Hi friends, അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഐറ്റമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആവോലി മീനാണ്. ഇതാ ഒരു മാസത്തിന് ശേഷമാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ നന്നായിരിക്കും. പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ സംഭവം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കണം. മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നേ. നമ്മുടെ സുന്ദര കുട്ടപ്പനായ നമ്മുടെ ആവോലി. ഇത് ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് എടുത്താൽ മതി. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, കാരണം കറിയിൽ നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം മറിച്ചിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് അടുപ്പൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കറിയിലാണ് ഗ്രേവിയാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ഇത് ആ ഗ്രേവി കിടന്ന് നന്നായിട്ട് വേണമല്ലോ. അപ്പോൾ ഇത്രയും നമുക്കിത് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. 2 ടേബിൾ സ്പൂണാണ് ടീസ്പൂൺ? ടേബിൾ സ്പൂൺ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവയും ഒരു 4 ഏലവും ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ചിട്ടാൽ മതി, അപ്പം ഒരുപാടായിപ്പോയാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കതൊന്ന് എണ്ണയിൽ മുരിഞ്ഞ് വരണം. ജസ്റ്റ് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റി. എല്ലാ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിട്ടുള്ള. ഇനി കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി, കല്ലുപ്പായതുകൊണ്ട് ഉപ്പ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് ജസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് 2ാം പാൽ. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചത് ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കറി ഒരു തിള വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതായി ഫ്രൈ ചെയ്ത് വെച്ചതിന് അതൊക്കെ അതിലോട്ട് ഒരുപാട് ഇളക്കരുത്. അതിൻ്റെ ഗ്രേവിയൊക്കെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനേ ഉള്ളൂ.
ഈ 2 കുടംപുളി കൂടെ അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഒരുപാട് ഇളക്കരുത്, ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കാം. ഒരുപാട് ഇളക്കാതെ ജസ്റ്റ് ഇതേപോലെ ഒരു വെച്ചിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കണം. പിന്നെ ഇതാ കറിവേപ്പില കുറച്ചുകൂടെ ഇട്ട് ഒന്നുകൂടെ ഇതേപോലെ എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കാരണം ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തണുത്തതിന് ശേഷം അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആവോലി തന്നെ വേണമെന്നില്ല, നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.